നമസ്കാരം. രാജ്യത്തെ രഹസ്യവിവരങ്ങൾ ശത്രുരാജ്യത്തിന് ചോർത്തിക്കൊടുക്കുന്ന രാജ്യദ്രോഹികളെ ഓരോ മേഖലയിൽ നിന്നും പിടികൂടുകയാണ്. നിലവിൽ പാക് ചാരസംഘടനയായ ISIക്ക് രാജ്യ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തതിന് അറസ്റ്റിലായ CRPFിലെ ASI മോത്തിറാം ജാട്ടിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇയാളുമായി ബന്ധം പുലർത്തിയ ISI ഏജന്റിന് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായും ബന്ധമുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പറയുന്നത്. 15 ഫോൺ നമ്പറിലേക്ക് പാക് ചാര ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ അവരെല്ലാം തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്ത്. സലീം അഹമ്മദ് എന്ന രഹസ്യ പേരിലുള്ള ISI ഏജന്റാണ് മോത്തിറാവുമായും ഉദ്യോഗസ്ഥരുമായും ബന്ധം പുലർത്തിയത്. കരസേന ഉദ്യോഗസ്ഥർ, അർദ്ധ സൈനികർ, കേന്ദ്ര സർക്കാർ ജീവനക്കാർ എന്നിവരുമായിട്ടായിരുന്നു ബന്ധം. ഫോൺ വിവരങ്ങളും ഇന്റർനെറ്റ് വിശദാംശങ്ങളും പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത്. 2 വർഷമായി മോത്തിറാം ISI ഏജന്റിൽ നിന്നും പണം സ്വീകരിച്ചിരുന്നു. 12,000 രൂപ വരെയാണ് ലഭിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പണം വന്നിരുന്നത്. മോത്തിറാമിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്കും പണം വന്നിട്ടുണ്ട് എന്നാണ് വാർത്തയിലുള്ളത്. ജേർണലിസ്റ്റ് എന്ന് പരിചയപ്പെടുത്തിയ യുവതിയാണ് തന്നെ ആദ്യം ബന്ധപ്പെട്ടതെന്നും മോത്തിറാം അന്വേഷണ സംഘത്തോട് പറഞ്ഞുവെന്നാണ് വിവരം. ഈ യുവതിയുമായി നിരന്തരം ബന്ധം പുലർത്തി. മാസങ്ങൾക്ക് ശേഷമാണ് യുവതിയുടെ സുഹൃത്തെന്ന് പരിചയപ്പെടുത്തി ഒരു പുരുഷൻ ബന്ധം സ്ഥാപിച്ചത്. തുടർന്നാണ് വിവരങ്ങളും ചിത്രങ്ങളും കൈമാറിയത്. ജേർണലിസ്റ്റ് എന്ന് പരിചയപ്പെടുത്തിയ യുവതിയാണ് തന്നെ ആദ്യം ബന്ധപ്പെട്ടതെന്ന് മോത്തിറാം അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ഈ യുവതിയുമായി നിരന്തരം ബന്ധം പുലർത്തി. മാസങ്ങൾക്ക് ശേഷമാണ് യുവതിയുടെ സുഹൃത്തെന്ന് പരിചയപ്പെടുത്തി ഒരു പുരുഷൻ ബന്ധം സ്ഥാപിച്ചത്. തുടർന്നാണ് വിവരങ്ങളും ചിത്രങ്ങളും കൈമാറിയത്. പണം ലഭിച്ചതോടെ സൈന്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും മോത്തിറാം കൈമാറിയെന്നാണ് റിപ്പോർട്ടിലുള്ളത്. അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ പ്രതി കൈമാറിയോ എന്ന് വ്യക്തമല്ല. പാക് ഏജന്റുമാർക്ക് രഹസ്യങ്ങൾ കൈമാറുന്നുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ മെയ് മാസത്തിലാണ് ദേശീയ അന്വേഷണ ഏജൻസി മോത്തിറാമിനെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ പഹൽഗാമിലെ ബറ്റാലിയനിലും നിയമിക്കപ്പെട്ടിരുന്നു. പഹൽഗാമിലെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തിനുള്ളിൽ ചാരന്മാരെ പിടികൂടാൻ ഒരു തീരുമാനം നടത്തിയത്. ആദ്യം കുറച്ചുപേർ ഉണ്ടാകുമെന്ന് കരുതി സർക്കാരിന് കാര്യങ്ങളെല്ലാം തന്നെ തെറ്റി. കാരണം ഓരോ മേഖലയിലും, തന്ത്രപരമായ മേഖലയിലും ചാരന്മാർ ഉണ്ട് എന്നാണ് രഹസ്യ അന്വേഷണ വിഭാഗങ്ങൾ കണ്ടെത്തിയത്. ഈ ചാരന്മാരെ തകർക്കാനുള്ള ഓരോ നീക്കങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.